നാളെ രാവിലെ കേരളം മറ്റൊരു മൂഡിലായിരിക്കും. അത് രാവിലെയോടെ തന്നെ ചങ്കെടുപ്പ് ഉയരും. ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കേരളവും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. കൂടാതെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. തുറക്കുമെന്ന് തന്നെയാണ് 9 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. കൂടാതെ കേരളത്തിന്റെ ഗുജറാത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നിയമമണ്ഡലം അവിടെ രാജീവ് ചന്ദ്രശേഖർ വൻ തേരോട്ടം നടത്തുമോ എന്നാണ് ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സീറ്റുകൾ BJP നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ അന്തിമ പോളിംഗ് ശതമാനവും വോട്ടെണ്ണൽ സജ്ജീകരണങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. സർവീസ് വോട്ടുകൾ കൂടി പരിഗണിച്ചതോടെ സംസ്ഥാനത്തെ പോളിംഗ് 79.70% ഉയർന്നതായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അന്തിമ കണക്കുകൾ പുറത്തുവിടാൻ വൈകുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് മെയ് 1-ാം തീയതി വരെയുള്ള തപാൽ വോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കണക്ക് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടത്. സംസ്ഥാനത്താകെ 58,984 സർവീസ് വോട്ടുകളാണ് ഉള്ളത്. ഇതിൽ 20,028 ഇതിനോടകം തന്നെ തിരികെ ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് വരെ ലഭിക്കുന്ന സർവീസ് വോട്ടുകൾ പരിഗണിക്കുമെന്നതിനാൽ പോളിംഗ് ശതമാനത്തിൽ ഇനിയും നേരിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ സർവീസ് വോട്ടുകൾ ഒഴികെയുള്ള പോളിംഗ് 73.63%. വോട്ടെണ്ണലിന് മുമ്പ് മണ്ഡലാടിസ്ഥാനത്തിലുള്ള പോസ്റ്റൽ വോട്ടുകളുടെ കൃത്യമായ കണക്ക് പുറത്തുവിടില്ല എന്നും സുതാര്യമായി അത് ഉറപ്പാക്കാൻ കമ്മീഷൻ മുൻഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 8 മണിയോടെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30-യോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഓരോ റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും കൃത്യമായ ബോധ്യം വന്നതിന് ശേഷം മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാവൂ എന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി പുറത്തുവരാൻ വൈകുന്നേരം 5 മണിയെങ്കിലും ആകുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. വേഗതയേക്കാൾ കൃത്യത ആണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിച്ച് പറയുകയാണ്. വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി വൻ സന്നാഹമാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. 140 റിട്ടേണിംഗ് ഓഫീസർമാരും 1340 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരും ഉൾപ്പെടെ 16,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ QR കോഡുള്ള തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കില്ല. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേക ലിങ്ക് നൽകില്ലെന്നും കമ്മീഷൻ പൊതുവായി നൽകുന്ന ലിങ്ക് വഴി വിവരങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ നിലനിൽക്കുമെന്ന് രത്തൻ യു കേൽക്കർ ഓർമ്മിപ്പിക്കുകയാണ്. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ വിജയാഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ, അതായത് 140 ഉൾപ്പെടെയുള്ള നിരോധാജ്ഞ പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടരുതെന്നും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്.